ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് മാരുതിയുടെ ബ്രെസ അതുപോലെ എസ് ക്രോസ് മോഡലുകളിൽ വരുന്ന ഓട്ടോ റെയിൻ ലൈറ്റ് സെൻസർ നമുക്ക് അത് എങ്ങനെയാണ് റീപ്രോഗ്രാം ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഈ വണ്ടികളിൽ ഈ റെയിൻ ലൈറ്റ് സെൻസർ ഇരിക്കുന്നത് വിൻഷീൽഡ് ഗ്ലാസ്സിലാണ്. അപ്പോൾ നമ്മൾ ബോഡി വർക്ക് ചെയ്യുന്ന സമയത്ത് വിൻഷീൽഡ് ഗ്ലാസ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സെൻസർ കാലിബ്രേറ്റ് ചെയ്യണം, എന്നാൽ മാത്രമാണ് അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഇരിക്കുന്നതാണ് റെയിൻ ലൈറ്റ് സെൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വിൻഷീൽഡ് മാറുമ്പോൾ നമ്മൾ ഈ സെൻസർ ഊരിയെടുത്തിട്ട് പഴയ സെൻസർ നമ്മളതിൽ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്ത് ഒരു സിലിക്കോൺ ഷീറ്റ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് 1 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു സിലിക്കോൺ ഷീറ്റാണ്. ഈ ഷീറ്റ് ഗ്ലാസിൻ്റെ ഇടയിൽ വെച്ചിട്ട് വേണം പുറത്ത് സെൻസർ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ. അത് ഫിക്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ സെൻസറിൻ്റെ ഗ്ലാസിനും ഇടയിൽ ഈ സിലിക്കോൺ ഷീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ റെയിൻ ലൈറ്റ് സെൻസർ വർക്ക് ചെയ്യില്ല. അതായത് നമുക്ക് ഓട്ടോ വൈപ്പർ വർക്കാവില്ല. അപ്പോൾ അതൊന്ന് ഉറപ്പ് വരുത്തുക അതുണ്ട് എന്നുള്ളത്. അതിനുശേഷം നമുക്കത് റീപ്രോഗ്രാം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതിൽ 2 റീപ്രോഗ്രാമിംഗ് ഉള്ളത്. ഒന്ന് വിൻഷീൽഡ് മാറിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്, പിന്നെയുള്ളത് സെൻസർ റീപ്ലേസ് ചെയ്താൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് വിൻഷീൽഡ് ഗ്ലാസ് റീപ്ലേസ് ചെയ്യുമ്പോഴുള്ള റീപ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ കണ്ടീഷനാണ് പറയുന്നത്. ഇഗ്നിഷൻ ഓഫായിരിക്കണം, വൈപ്പർ അതുപോലെ വാഷറിൻ്റെ സ്വിച്ച് ഓഫായിരിക്കണം, ലൈറ്റിംഗ് സ്വിച്ച് ഓഫായിരിക്കണം, ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് ഓഫായിരിക്കണം, വൈപ്പർ പാർക്ക് പൊസിഷനിലായിരിക്കണം, അതായത് ഓഫായിരിക്കണം. അതുപോലെ ടെമ്പറേച്ചർ 5 to 40 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം, വെഹിക്കിൾ സ്റ്റോപ്പ് ആയിരിക്കണം. അതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് നോബ് ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഉണ്ടോ, 5ാമത്തെ ഒരു മോഡിലായിരിക്കണം കിടക്കേണ്ടത്. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ നമുക്ക് ആദ്യം ഇനീഷ്യലൈസേഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കണ്ടീഷൻസ്. പിന്നെ അതിനുശേഷം നമ്മൾ ഇഗ്നിഷൻ ഓണാക്കി 3 സെക്കൻഡ് നേരം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ സ്വിച്ചിനെ ഈ പറഞ്ഞിരിക്കുന്ന സീക്വൻസിൽ നമ്മൾ ചേഞ്ച് ചെയ്യുക. അതായത് 5 4 5 1 5 4 5 ഇത് 7 സെക്കൻഡിനുള്ളിൽ നമ്മൾ ചെയ്യണം. നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പൊസിഷൻ ലൈറ്റ്, ക്ലിയറൻസ് ലൈറ്റ് ഫ്ലാഷ് ചെയ്യും. അതായത് 1 സെക്കൻഡ് ഇൻ്റർവെല്ലിൽ ഫ്ലാഷ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഫ്ലാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഗ്രാം ചെയ്ത് സക്സസ് ആണ്. ഇനി അത് ചെയ്യുന്നില്ല എങ്കിൽ, ഫ്ലാഷ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടി ചെയ്യുക. അതായത് പൊസിഷൻ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നില്ല എങ്കിൽ മാത്രം. ഇനി ഇതിൽ 2ാമത്തെ സെറ്റിംഗ് എന്ന് പറയുന്നത്, ഇതിൽ നമ്മൾ 5 1 5 4 സെക്കൻഡിനുള്ളിൽ നമ്മൾ സ്വിച്ചിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് വൈപ്പറിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന നോബാണത്. അപ്പോൾ അതിൽ 5 1 5 എന്ന സീക്വൻസിൽ 4 സെക്കൻഡിനുള്ളിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ 2 ഇനീഷ്യലൈസേഷനാണ് നമ്മൾ വിൻഷീൽഡ് ഗ്ലാസ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തേത് 5 4 5 1 5 4 5 അത് 7 സെക്കൻഡിനുള്ളിലാണ്. അത് കഴിയുമ്പോൾ നമ്മുടെ പൊസിഷൻ ലാമ്പ്, ക്ലിയറൻസ് ലാമ്പ് ബ്ലിങ്ക് ചെയ്യും, ഫ്ലാഷ് ചെയ്യും. അത് കഴിഞ്ഞ് 2ാമത്തേതെന്ന് പറയുന്നത് വീണ്ടും സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ചിൽ 5 1 5 അത് 4 സെക്കൻഡിനുള്ളിൽ ചെയ്യണം. അപ്പോൾ ഇനി ഇത് നമുക്ക് വണ്ടിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അഡ്ജസ്റ്റിംഗ് നോബ് 5ൽ വയ്ക്കുക. അതുപോലെ വൈപ്പർ സ്വിച്ച് ഓഫാക്കി വയ്ക്കുക. ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് ഓഫായിരിക്കണം, ഇഗ്നിഷൻ ഓഫായിരിക്കണം. ഇനി നമ്മൾ ഇഗ്നിഷൻ ഓണാക്കുക. അതിനുശേഷം അഡ്ജസ്റ്റിംഗ് സ്വിച്ച് 5 5 4 5 1 5 4 5 ഇതാണ് സീക്വൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുക. ഇത് നമ്മൾ 7 സെക്കൻഡിനുള്ളിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ പൊസിഷൻ ലാമ്പ് നമുക്ക് ബ്ലിങ്ക് ചെയ്യുന്ന കാണാം. 1 സെക്കൻഡ് ഇൻ്റർവെല്ലിൽ ബ്ലിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നോർമലാണ്. ഇനി ഈ ഒരു സൈക്കിളിലല്ല എന്നുണ്ടെങ്കിൽ അത്
അബ്നോർമലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെൻസർ നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് ചെയ്യുന്നത് ഒന്നുകൂടെയും കാണിച്ചു തരാം. അഡ്ജസ്റ്റിംഗ് നോബ് നമ്മൾ 5-ലിട്ടേക്കുക. ഇഗ്നിഷൻ ഓഫാക്കി വയ്ക്കുക. ലൈറ്റിംഗ് ഓഫായിരിക്കണം. വൈപ്പർ ഓഫായിരിക്കണം. ഇനി നമ്മൾ ഇഗ്നിഷൻ ഓണാക്കുന്നു. അഡ്ജസ്റ്റിംഗ് നോബ് 5451545. ഓക്കെ, ക്ലിയറൻസ് ലാമ്പ് ഇപ്പോൾ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോഗ്രാമിംഗ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അത് ഈ ഒരു കണ്ടീഷനിൽ തന്നെ നമ്മൾ അഡ്ജസ്റ്റിംഗ് നോബിൽ 515 ഇത്രയാണ് രണ്ടാമത്തെ പ്രോഗ്രാമിംഗ് ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴും ഈ ഫ്ലാഷ് ലൈറ്റ്, ഈ പൊസിഷൻ ലാമ്പ് ബ്ലിങ്ക് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് റീപ്രോഗ്രാമിംഗ് ഉള്ളൂ. വിൻഷീൽഡ് ഗ്ലാസ് റീപ്ലേസ് ചെയ്തേക്കാം. അപ്പോൾ ഇത് എസ് ക്രോസ് അതുപോലെ ബ്രസ ഈ 2 മോഡലുകളിൽ ഈ ഒരു സെയിം രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. റീപ്രോഗ്രാമിംഗ് കംപ്ലീറ്റഡ്. റെയിൻ ലൈറ്റ് സെൻസർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, അതായത് ഓട്ടോ വൈപ്പർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിന് വേണ്ടിയിട്ട് അറിയുന്നതിന് വേണ്ടി നമ്മൾ ഇഗ്നിഷൻ ഓഫ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഓണാക്കുക. സ്വിച്ച് ഓട്ടോ മോഡിലിടുക. ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, പ്രോഗ്രാമിംഗ് കംപ്ലീറ്റ് ആയി. താങ്ക് യു.